നമസ്കാരം പ്രേക്ഷകരെ, രോമാഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അത് അനുഭവിച്ചിട്ടുണ്ടോ? ഓൺ സ്ക്രീനിൽ, തിയേറ്ററിൽ നിന്നിട്ടൊന്നുമല്ല, ഓഫ് സ്ക്രീനിൽ ഒരു മനുഷ്യൻ ഇന്ത്യൻ സിനിമയെ എഴുന്നേൽപ്പിച്ച് നിർത്തിയ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അധികം ദൂരമൊന്നും പോണ്ട. ഈ 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ വേദിയിൽ നിർത്തി ആദരിച്ച നിമിഷമുണ്ട്. ആ മനുഷ്യൻ്റെ വാചകത്തിൽ നിന്ന് വന്ന ഓരോ വാക്കുകളുണ്ട്. മോഹൻലാൽ വിശ്വനാഥൻ നായർ എന്ന വ്യക്തി ഇന്ത്യൻ സിനിമയെ എഴുന്നേൽപ്പിച്ച് നിർത്തി കൈയടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മലയാളത്തിൻ്റെ വിജയമാണ്, മലയാള സിനിമയുടെ വിജയമാണ്, മോഹൻലാലിൻ്റെ വിജയമാണ്, നമ്മുടെ ലാലേട്ടൻ്റെ വിജയമാണ്. ലാലേട്ടൻ വന്ന് നിന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ കയ്യിൽ നിന്നും ആ പൊന്നാട സ്വീകരിച്ച് ആ അവാർഡ് വാങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന് ഒരു പ്രസംഗമുണ്ട്. സത്യം പറയാലോ, രോമാഞ്ചമാണ്. ഇങ്ങനെ ഒരു ഓഫ് സ്ക്രീൻ രോമാഞ്ചിഫൈഡ് മൊമെൻറ്റ് അടുത്ത നാളൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. സ്ക്രീനിൽ തിയേറ്ററിൽ പോയിട്ട് നമ്മൾ ലാലേട്ടൻ്റെ സിനിമകൾ കണ്ട് എഴുന്നേറ്റ് നിന്ന് രോമാഞ്ചം അടിക്കുന്നത് പോലെ അല്ല. അത് സംവിധായകനൊരു മികവുണ്ടാവാം, ഒരു BGM കേട്ടുന്നുണ്ടാവാം, ലാലേട്ടൻ അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ വളരെ സിമ്പിളായി മുണ്ട് കൊടുത്തുകൊണ്ട് വന്നിട്ട് സ്റ്റേജിൽ കയറി നിന്ന് എല്ലാവരെയും നോക്കി ഒരു അഭിനന്ദനം അല്ലെങ്കിൽ ഒന്ന് വണങ്ങി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഇന്ത്യൻ സിനിമ, അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ സിനിമയാണ് ആ വേദിയിൽ ഉണ്ടായിരുന്നത്. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഷാരൂഖ് ഖാൻ, റാണി മുഖർജി, വിക്രം മാസി, അങ്ങനെ എല്ലാവരും നിന്ന് ആ വേദി എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ടുണ്ടെങ്കിൽ അത് മോഹൻലാലിന് വേണ്ടിയിട്ടാണ്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞൊരു വാചകമുണ്ട്, ദ റിയൽ OG ആരാണ്, ദി ഒറിജിനൽ ഓഫ് ഓൾ ടൈം, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ആ ഒരു ഗോട്ട് എന്ന് പറയുന്നത് ലാലേട്ടനാണ്. അങ്ങനെ ലാലേട്ടനെ അവാർഡ് സ്വീകരിച്ചതിന് ശേഷം ഉണ്ടല്ലോ, മലയാളത്തിൻ്റെ അഭിമാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ കുറഞ്ഞു പോകുന്നേ. നമ്മുടെ ഒരു ഭാഷയെ ലാലേട്ടൻ കൊണ്ടെത്തിച്ചത് അറിയാമോ? കുമാരനാശാൻ്റെ വീണപൂ എന്ന അതിലെ ഒരു അതിൻ്റെ വരികൾ പറഞ്ഞുകൊണ്ട് അവസാനം പറയുകയാണ്, എൻ്റെ ആത്മാവിൻ്റെ സ്പന്ദനമാണ് സിനിമ എന്ന് ലാലേട്ടൻ പറയുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ കണ്ണീന്ന് വെള്ളം വരും. അതിൽ ലാലേട്ടൻ ആരാധകനാവണമെന്നൊന്നുമില്ല. നമ്മൾ ആ വേദി, ആ ഓറ, മനുഷ്യൻ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആ സ്പേസ് കാണുമ്പോൾ ഉണ്ടല്ലോ, സത്യമായിട്ടും എടുത്തു പറയുകയാണ്, ഇതിനകത്ത് ഒരു തരി വെള്ളം പോലും ഞാൻ ചേർക്കുന്നില്ല. രോമാഞ്ചം അടിച്ചു പോയി. രോമാഞ്ചം അടിച്ച നിമിഷം, മലയാളത്തിൻ്റെ അഭിമാനമായിട്ട് ഈ നടൻ മാറുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറയുകയാണെങ്കിൽ രോമാഞ്ചത്തിനപ്പുറത്തേക്ക് ഒരു വാക്ക് എനിക്ക് കിട്ടുന്നില്ല. അതിനപ്പുറത്തേക്ക് എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ അങ്ങനെ ഒരു വാചകം എനിക്കില്ല, എൻ്റെ കയ്യിലില്ല. എൻ്റെ നിഘണ്ടുവിൽ, എൻ്റെ ഡിക്ഷണറിയിൽ മറ്റൊരു വാചകം എനിക്കില്ല. പക്ഷേ സത്യം പറയാം, ഇങ്ങനെ ബ്ലഷ് ചെയ്തുകൊണ്ടിരിക്കുക ആ മനുഷ്യനെ പറ്റി സംസാരിക്കുമ്പോൾ. അവാർഡ് വാങ്ങിയതിന് ശേഷം അവിടെ ഒരു ഷോർട്ട് ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഒരു സംഭവം അദ്ദേഹത്തിന് വേണ്ടി പ്ലേ ചെയ്തു വെച്ചേക്കുന്ന കഥാപാത്രങ്ങളുടെ എണ്ണങ്ങൾ എണ്ണി തുടങ്ങിയാലൊന്നും തീരില്ലെന്നേ. അതിൽ എത്ര ഐക്കോണിക് കഥാപാത്രങ്ങൾ, പത്മശ്രീ, പത്മഭൂഷൺ, ഡോക്ടർ, ലെഫ്റ്റനന്റ് കേണൽ എന്നൊക്കെ അവാർഡുകൾ കിട്ടുമ്പോൾ പോലും ദാദാ സാഹേബ് ഫാൽക്കെ എന്ന് പറഞ്ഞൊരു പുരസ്കാരം 2004 അടൂർ ഗോപാലകൃഷ്ണൻ നേടിയെടുത്തതിന് ശേഷം ഇനി ആര് കേരളത്തിൽ നിന്ന് നേടുമെന്നൊരു ചോദ്യം ഉന്നയിച്ചപ്പോൾ 21 വർഷങ്ങളെടുത്തു ലാലേട്ടൻ്റെ കൈകളിലേക്ക് ആ അവാർഡ് കിട്ടാൻ, മലയാളത്തിൻ്റെ കൈകളിലേക്ക് ആ അവാർഡ് കിട്ടാൻ. മലയാളി പ്രേക്ഷകരെ ലാലേട്ടൻ പറയാൻ മറന്നില്ല. ആ പ്രസംഗത്തിൽ ലാലേട്ടൻ പറഞ്ഞത്, ഇത്രയും ബുദ്ധിയുള്ള മലയാളി പ്രേക്ഷകരുടെ മുന്നിലാണ് ഞാൻ അവാർഡ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ലിറ്ററസി റേറ്റിൽ മാത്രമല്ലതേ, ഓരോ സിനിമകൾ സ്വീകരിക്കുന്നതിലും ഇത്രയും ബുദ്ധിയുള്ളൊരു ഓഡിയൻസ് ഇന്ത്യൻ സിനിമയിൽ വേറെ ഇല്ല, മലയാളികളെ ഉള്ളൂ. അതിൽ ലാലേട്ടൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചാണ് ഓരോ മലയാളികളും കൊണ്ടു നടക്കുന്നത്. അതിലെല്ലാം സന്തോഷം ലാലേട്ടൻ പങ്കുവച്ചു. അതോടൊപ്പം തന്നെ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ നിൽക്കുന്നതും മുൻപുണ്ടായിരുന്ന പ്രഗത്ഭരായ മലയാള സിനിമാ പ്രവർത്തകർക്കും സമർപ്പിച്ചുകൊണ്ടാണ് ലാലേട്ടൻ ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. സത്യം പറയുകയാണെങ്കിൽ മലയാളം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദേശീയ പുരസ്കാര ചടങ്ങ് എന്ന് പറയുന്ന അങ്ങനെ ഒരു സ്വപ്നം. ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. ലാലേട്ടൻ പറഞ്ഞത്, ഈ പുരസ്കാരം എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നത്തിൽ പോലും ദാദാ സാഹേബ് ഫാൽക്കെ പോലൊരു പുരസ്കാരം എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നിമിഷം ഞാൻ എൻ്റെ സ്വപ്നം നിറവേറ്റി എന്ന് പോലുമല്ല പറയുന്നത്, ഒരു മാജിക്കൽ മൊമെൻ്റ് ആണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ലാലേട്ടൻ എപ്പോഴും പറയുന്ന കുറച്ച് വാചകങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഒന്നാണ് മാജിക്കൽ മൊമെൻറ്റ്, ജീവിതത്തിൽ ഉണ്ടാകുന്ന മാജിക്, വിസ്മയങ്ങൾ എന്ന് ലാലേട്ടൻ എപ്പോഴും പറയാറുണ്ട്. തന്നെ മകൾക്കും ലാലേട്ടൻ ഇട്ടിരിക്കുന്ന പേര് വിസ്മയ എന്നുള്ളതാണ്. അങ്ങനെ മാജിക്കലിൽ വിശ്വസിക്കുന്ന ലാലേട്ടൻ ഒരു മാജിക്കൽ മൊമെൻറ്റ് തന്നെ ഇന്ത്യൻ സിനിമ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുക എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ സംസാരിക്കുമ്പോൾ പോലും രോമാഞ്ചം അടിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് നമ്മുടെ ലാലേട്ടൻ 48 വർഷം നമ്മുടെ ഇൻഡസ്ട്രിയിലിട്ട് നിന്ന് ലാലേട്ടൻ ഇപ്പോൾ തമിഴിൽ പോയി ലാലേട്ടൻ ചെയ്തു, തെലുങ്കിൽ പോയി, കന്നഡയിൽ പോയി, ഹിന്ദിയിൽ പോയി. ലാലേട്ടൻ ചെയ്യാത്ത വേഷങ്ങളില്ല, ചെയ്യാത്ത കഥാപാത്രങ്ങളില്ല, ചെയ്യാത്ത റോളുകളില്ല, ചെയ്യാത്ത ഇൻഡസ്ട്രികളൊന്നും തന്നെ ഇല്ലെങ്കിൽ പോലും മലയാള സിനിമ, മലയാളത്തിൻ്റെ ടെക്നീഷ്യൻസ്, മലയാളത്തിലെ പ്രേക്ഷകരെന്ന് മലയാളം എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തി, വേറെ ഏത് താരങ്ങൾ, വേറെ ഏത് നടനെയും നിങ്ങൾ എടുത്തു നോക്കിയതിനു മുമ്പ് പുരസ്കാരം ഏറ്റുവാങ്ങിയവർ
ആരും ഇതുപോലെ തൻ്റെ സ്വന്തം ഭാഷയെ നെഞ്ചോട് ചേർത്ത് വെക്കുകയോ സ്വന്തം ഭാഷയെ ഇതുപോലെ അഭിനന്ദിക്കുകയോ സ്വന്തം സിനിമാ പ്രേക്ഷകരെ പോലും ഇതുപോലെ വേദിയിൽ വന്നിരുത്തി പറയുകയും ചെയ്തിട്ടില്ല. അതാണ് ലാലേട്ടൻ. അത് ലാലേട്ടന് മലയാളികൾ കൊടുക്കുന്ന സ്വീകരണം എത്രമാത്രമാണോ, നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്നത് എത്രമാത്രമാണോ, ലാലേട്ടൻ അതിൻ്റെ 10 ഇരട്ടി നമുക്ക് തിരിച്ചു തന്നിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഈ ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ ഉണ്ടായിരിക്കുന്നത്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഏറ്റവും വേഗത്തിൽ പോയി ഇത് കാണുക. നിങ്ങൾ കണ്ടിരിക്കണം. ഒരു മലയാളി എന്ന രീതിയിൽ ആ ഒരു അവാർഡ് നിശ അല്ലെങ്കിൽ ആ ഒരു സംഭവം നമ്മൾ കാണണം. അതിൽ ലാലേട്ടൻ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ വരുന്നത്. അതായത് വലിയ ഓവർ ദ ടോപ്പായിട്ടൊന്നുമില്ല. ലാലേട്ടൻ്റേതായ ഒരു ശൈലിയിൽ ലാലേട്ടൻ ആ കസവ് മുണ്ടെടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അത് എന്തുമാത്രം ഒരു ഓറയാണ് ആ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് വന്ന് അവാർഡ് സ്വീകരിച്ചത് പ്രസംഗവും നടത്തി ലാലേട്ടൻ്റെ ഒരു വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് തന്നപ്പോഴുണ്ടല്ലോ, സത്യം പറയുകയാണെങ്കിൽ ഇതൊരു ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും മലയാളത്തിൽ ഇൻഡസ്ട്രിയിൽ നടത്തിയ ഒരു പുരസ്കാര നിശ്ചയമാണോ എന്ന് തോന്നിപ്പോയി. ഷാരൂഖ് ഖാനൊക്കെ ഔട്ടാവുന്ന നിമിഷം, അതായത് ഷാരൂഖ് ഖാനൊന്നും ഫ്രെയിമിലേ ഇല്ല, വിക്രം മാസിയൊന്നും ഫ്രെയിമിലില്ല, തൂക്കി. അതായത് തുടരും സിനിമയിൽ സംഗീത് പ്രതാപ് മോഹൻലാലിനോട് പറയുന്നുണ്ട്, തൂക്കി അങ്കിൾ സീൻ തൂക്കി എന്ന് പറയുന്നൊരു സംഭാഷണമുണ്ട്. അതുപോലെ തൂക്കി ലാലേട്ടൻ ദേശീയ പുരസ്കാരം നിശ തൂക്കി എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവാർഡ് ചടങ്ങ് ലാലേട്ടൻ തൂക്കി അടിച്ചു എന്നതിൻ്റെ ഒരു പ്രൈം എക്സാമ്പിളാണ് നമ്മൾ കണ്ടത്. സത്യം പറയുകയാണെങ്കിൽ എനിക്കിനി അതിൽ കൂടുതൽ ഇനിയൊന്നും വേറെ ഒന്നും പറയാൻ വാചകങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഇനി എന്താണ് അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഡെസ്കിലിരിക്കുകയായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ കയ്യടിച്ച് പോയ ഒരു നിമിഷം എന്നൊക്കെ പറഞ്ഞിട്ടില്ല, അങ്ങനെ കയ്യടിച്ച നിമിഷമായിരുന്നു നമ്മൾ കണ്ടത്. നിങ്ങളത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എത്രമാത്രം രോമാഞ്ചം അടിച്ചു എന്ന് പറയും. രോമാഞ്ചം അടിച്ചില്ല എന്നൊന്നും പറഞ്ഞ് നുണ പറയരുത്. നിങ്ങളൊരു മോഹൻലാൽ ഫാനായിരിക്കാം, മോഹൻലാൽ ഹേറ്ററായിരിക്കാം, പക്ഷേ ഒരു മലയാളിക്കെതിരെ രീതിയിൽ നിങ്ങളത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് രോമാഞ്ചം അടിച്ചില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് ആ ലാലേട്ടനെ ഫാൽക്കെ പുരസ്കാരത്തിന് വേണ്ടി സ്വീകരിച്ചത് തൊട്ട് അവസാനം വരെ നിങ്ങൾക്ക് എന്ത് മൊമെൻറ്റ് ഫീൽ ചെയ്തു എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. സത്യം പറഞ്ഞാൽ ഉർവശിയെക്കുറിച്ചും വിജയരാഘവനെക്കുറിച്ചും ഒക്കെ എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ ഒറ്റ വാക്കിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, തൂക്കി. ലാലേട്ടൻ ഈ അവാർഡ് അങ്ങ് തൂക്കി എന്ന് വേണം തന്നെ പറയാൻ. അതോടൊപ്പം തന്നെ എൻ്റെ ആത്മാവിൻ്റെ സ്പന്ദനമാണ് സിനിമ. 48 വർഷമായിട്ടും അത് തന്നെയാണ്, ഇനി തുടർന്നും അത് തന്നെയാകും. മോഹൻലാൽ തുടരും.